അവർ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ നേരിട്ടും ബാക്കി 15 ലക്ഷം രൂപ നേരിട്ട് എടപ്പാൾ സ്വദേശത്ത് നൽകാൻ സാധിക്കാത്തതിൽ ഹക്കീമിൻ്റെയും അഭിനേതാവിൻ്റെയും മാനേജറുടെയും നിർദ്ദേശപ്രകാരം എൻ്റെ സുഹൃത്തായ എടപ്പാൾ സ്വദേശി സവാദിൻ്റെ അക്കൗണ്ട് വഴി എൻ്റെ കാസറ്റ് ഹക്കീമിൻ്റെ കാര്യം അറിയാത്ത മനുഷ്യന്മാരില്ല ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർ. എൻ്റെ കാസറ്റ് ഹക്കീം ഇതിൻ്റെ പരിപാടികളാണ്. ഇവൻ കാലാകാലങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കാശ് വാങ്ങലിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ അല്ലാത്ത കാര്യങ്ങളാണ് ഈ എൻ്റെ കാസറ്റ് ഹക്കീം ഇത്രയും കാലം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അത് ഹനാൻ ഷാക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ തൊപ്പിയുടെ വിഷയം ഉണ്ടായില്ലേ, ദിവസം കൊണ്ട് അങ്ങനത്തെ ഒരു വിഷയം ഹനാനെ ചുറ്റിപ്പറ്റി കുറച്ച് ദിവസം മുന്നേ ഉണ്ടായതുകൊണ്ട് എത്തിക്സ് ഉള്ളൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഇനി എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും എനിക്ക് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഹനാൻ ഷാ റിലേറ്റഡ് ആയിട്ട്. അതായത് ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അനന്തു സുൽജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി എൻ്റെ കാസറ്റ് ഹക്കീമിനെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണം, അതായത് ആൻ്റണി പെപ്പയും വേറൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു സ്ത്രീ വിഷയം, ഒരു ലൈംഗിക ചൂഷണ വിഷയം റിലേറ്റഡ് ആയിട്ട് ആൻ്റണി പെപ്പയുടെ ഭാഗത്തുനിന്ന് 25 ലക്ഷം രൂപ അടിച്ചെടുക്കുന്നതായിട്ടുള്ള എൻ്റെ കാസറ്റിൻ്റെ ഒരു വിഷയം, അതിൽ മീഡിയേറ്ററായിട്ട് നിന്നിരുന്നത് ഹനാൻ ഷാ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം ഇന്നലെ അനന്തു സുൽജിത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. അതിന് എക്സ്പ്ലനേഷനായിട്ട് പിന്നീട് സീക്രട്ട് ഏജൻ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്ത് സിറ്റുവേഷനിലാണ് ഹനാൻ അവിടെ മീഡിയേറ്ററായി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഹനാൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഏത് രീതിയിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു സായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ വീഡിയോയ്ക്ക് ഒരുപാട് പേര് സീക്രട്ട് ഏജൻറ്റിനെ വിമർശിക്കുന്നു തോന്നി, ഹനാൻ ഷാൻ്റെ ആ സിറ്റുവേഷനെ വിമർശിക്കുന്നു തോന്നി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഹനാൻ്റെ ഭാഗത്തുനിന്ന് ഹനാൻ റിലേറ്റഡ് ആയിട്ട് തൊപ്പിയുടെ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ അവരുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ ഒരു വിഷയം വന്ന സമയത്ത് ഹനാൻ എടുത്തിട്ട് നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ നിലപാടും ഇന്ന് ഹനാൻ്റെ ഈ ഇൻവോൾവ്മെൻറ്റും ചോദ്യം ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടായ കാരണം കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഹനാൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. അതിന് ഈ ആദ്യം ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഡോക്ടർ ഡ്രേക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ ചർച്ച ചെയ്യുന്നത്. ഇത് വേറെ ഒരു യൂണിവേഴ്സാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു മീറ്റ് മിസ്റ്റർ യൂണിവേഴ്സ് എന്ന് പറയും. ഇവരങ്ങനെ തുടങ്ങാം, മീറ്റ് മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർത്താനം തുടങ്ങുന്ന വേറൊരു യൂണിവേഴ്സാണ്. അവിടെ പ്രത്യേക രീതിയിൽ ആംഗിളിൽ ക്യാമറ വെച്ച് പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന, പുറകിൽ പണീൻ്റെയും ലോഗേൻ്റെയും മാത്രം BGM ഇട്ട് പല ഗ്രാഫിക്സ് ആഡ് ചെയ്ത് പല രീതിയിലും ഹെവി എഡിറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് സംഭവങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ഇതല്ലാത്ത വേറൊരു ഇൻസ്റ്റാ കോടതി അവിടെ നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കഥയാണ്. വേറൊരു യൂണിവേഴ്സാണ്. ഒരു പക്ഷേ ചിലപ്പോൾ യൂട്യൂബ് മാത്രം കാണുന്നവർക്കോ ഫേസ്ബുക്ക് മാത്രം കാണുന്നവർക്കോ ഇതെന്താണെന്നുള്ളത് മനസ്സിലാവുണ്ടായിരിക്കില്ല. നമ്മുടെ നാട്ടിലാരെങ്കിലും അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് പറയാം, നമ്മുടെ നാട്ടിലാരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് കുടുങ്ങി പീഡനം അനുഭവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോലീസിനെ ഇവരെ സമീപിക്കുന്നതിന് പകരം ഇതുപോലത്തെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ ബാക്കിയുള്ളവരെ കോൺടാക്ട് ചെയ്യും. എങ്ങനെയൊക്കെ ഇവർ തമ്മിൽ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ആരെയാണോ ഒരു ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ ടാഗ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുന്നു. വിച്ച് മീൻസ് അവർ ഇങ്ങനെ ഒരാളിന്നതിൽ പെട്ട ഒരാളാണെന്നുള്ള നിഴലിൽ വരുത്തുന്ന രീതിയിലുള്ള അയാളുടെ പേരിൽ വളരെ ഗുരുതരമായിട്ട് അയാളുടെ ഇനിയിപ്പോൾ ശരിയാണെങ്കിലും അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും അയാളെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി വരുന്നു. ഇത് കാണുന്ന സമയത്ത് ഇത് ആരെയാണോ ടാഗ് ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യക്തി ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. പിന്നീട് ഈ വിഷയങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് അറിയുന്നില്ല. അങ്ങനത്തെ പല കാര്യങ്ങളും ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ ഒരു പാരലൽ യൂണിവേഴ്സിൽ അവിടെ സെറ്റിൽമെൻ്റ് ആയി പോകുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ആരോപണം, സെറ്റിൽമെൻറ്റ്, പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷേ ഇതിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ എൻ്റെ കാസറ്റ് ഹക്കീം 25 ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അതിന് ഹനാൻ ഷാ മീഡിയേറ്ററായിട്ട് നിന്നു എന്നുള്ളതാണ്. ഇവിടെ ഏതൊരു വിഷയം നടക്കുന്ന സമയത്തും അതിലൊരു ഫേമസ് പേഴ്സൺ അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇൻവോൾവ് ആകുന്ന സമയത്താണ് ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കൺവേർട്ട് ആവുക. അപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് കൺവേർട്ടായി. അതിൽ ബിക്കോസ് ഹനാൻ ഷാ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഹനാൻ ഷാനെ ടാഗ് ചെയ്തിട്ടും ഹനാൻ ഷാ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അനന്തു സുൽജിത്ത് അവിടെ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും എന്താണ് ഹനാൻ ഷാൻ ഇന്നത്തെ പ്രതികരണം, പിന്നെ ആ പ്രതികരണത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് സായിയുടെ വീഡിയോ വന്നതിന് ശേഷം. കാരണം സായി അതിൽ പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ കൂടി എനിക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ, ചില ന്യായമായിട്ടുള്ള സംശയങ്ങൾ എനിക്കും അതിലുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഇത്ര പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഹനാനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അവൻ്റെ ഭാഗത്ത് ഇങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ബിക്കോസ് അവൻ എത്തിക്സ് വിട്ടിട്ട് ഒരു പരിപാടി ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരാളാണ്.
വളരെ ദീനിയായിട്ടുള്ള പടച്ചോനെ വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയല്ല. അത്രയും ഒരു നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് അവനെ ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാനും അപ്സെറ്റ് ആയിരുന്നു. കാരണം നമ്മൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തി അയാളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ തെളിയണം, അയാളുടെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയണം എന്നുള്ള സത്യാവസ്ഥ പുറത്തു വരണം. നിരപരാധിത്വം എന്നുള്ള സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തു വരണം എന്ന് അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. അതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതുപോലത്തെ സോഷ്യലി ട്രെൻഡിങ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് വരാം. പക്ഷേ എന്നാലും ഇതുപോലെ സോഷ്യലി ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ പ്രകാരം വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന കോണ്ടൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് നിർബന്ധമായിട്ടും ഈ ഒരു വിഷയത്തിൽ പറയണം കേട്ടോ. അപ്പോൾ ഹനാൻ്റെ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഹനാൻ്റെ പോസ്റ്റ്. ഹനാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഇതിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ഹനാൻ്റെ ഭാഗത്തുനിന്ന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഇത് ഉന്നയിച്ച ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ വാട്ട് എവർ വിത്ത് സിറ്റുവേഷൻ, നമുക്കൊരു പക്ഷേ ചിലപ്പോൾ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സിറ്റുവേഷനിൽ തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ കാര്യം പോക്കാണ്. നമ്മുടെ നാട്ടിൽ കോടതിയും പോലീസൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു പാരലൽ പരിപാടിയുടെ ആവശ്യമുണ്ടോ എന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇങ്ങനത്തെ ഒരു സംഗതിയുടെ ആവശ്യമുണ്ടോ അങ്ങനെ ഒരു പരിപാടി പോകുന്ന സമയത്ത് ഒരു പാരലൽ യൂണിവേഴ്സിറ്റി? ബിക്കോസ് ഇതെല്ലാം കൊണ്ടുവന്ന് എത്തുന്നത് എക്സ്റ്റോർഷൻ, ആൾക്കൊന്ന് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചൊരു പാരലൽ കോർട്ട് ഔട്ട് ഓഫ് ദിസ് തിങ് പോലീസ് സ്റ്റേഷൻ സെറ്റിൽമെൻറ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, വിച്ച് ഇസ് നോട്ട് റൈറ്റ്. അങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നത് ശരിയല്ല. ഒരു ബ്ലാക്ക് മെയിലിംഗ് ഭാഗങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. കാരണം പോലീസ് അത് വളരെ കൃത്യമായിട്ട് ഇത് നിരീക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഹനാൻ്റെ പോസ്റ്റിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടി എഴുതി പറയാനുണ്ട്. എൻ്റെ കാസറ്റ് ഹക്കീം എന്ന് പറഞ്ഞവരാണ് 25 ലക്ഷം രൂപ വാങ്ങിയത്. അവനെതിരെ തന്നെ പടച്ചോൻ തന്നെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇവൻ ദുബായിൽ വെച്ചിട്ട് ഇവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഇവൻ ഈ ട്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ അറിയാതെ ഇവൻ്റെ ലൈവ് സ്ട്രീം ചെയ്ത് പോയി. കാരണം ഇവൻ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് ലൈവായിട്ട് സ്ട്രീമിങ്ങിലൂടെ പുറത്തേക്ക് പോയി. ഇവൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ആരെങ്കിലും ഹാക്ക് ചെയ്ത് സാധനം ക്യാം ഓണാക്കി പുറത്ത് വിട്ടാണോന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ സംശയമില്ലാതില്ല. എന്തായാലും ഇത് പുറത്തു പോയി. ഇത് പുറത്ത് പോയത് കൊണ്ടാണ് ഹനാൻ ഇങ്ങനെ ഇതായിട്ട് വന്നതെന്നുള്ളതാണ് ഡ്രേക്കിൻ്റെ ആരോപണം. ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് കേട്ടോ. കാരണം ഇത് വേറൊരു യൂണിവേഴ്സാണ്. ഏതായാലും യൂട്യൂബിൽ കാണുന്നവർക്ക് ഹനാൻ ഉള്ളതുകൊണ്ട് വന്നതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഹനാൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളത് പറയാം. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കെതിരെ ഏതാനും കുറച്ച് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നും അഭിനേതാവുമായി ബന്ധപ്പെട്ട് കളവായും കൃത്രിമമായും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. അപ്പോൾ ഹനാൻ വളരെ കൃത്യമായിട്ട് ഡിനൈ ചെയ്യുന്നു. അതായത് ഹനാനെതിരെ എനിക്കെതിരെ പിന്നെ അത് ബന്ധപ്പെട്ട് കളവാണ് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് വ്യാജ ആരോപണങ്ങൾ എന്ന് അവൻ വളരെ കൃത്യമായിട്ട് ഹനാൻ പറയുന്നു. ഈ ഇട്ടിട്ടുള്ള വീഡിയോകളിൽ ഞാൻ ഒരു അഭിനേതാവിൻ്റെ പൈസ എക്സ്റ്റോർട്ട് ചെയ്തതായും, അതായത് ഭീഷണിപ്പെടുത്തിയ പൈസ വാങ്ങിക്കാം ചെയ്തതായും, അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയത്തിൽ മീഡിയേറ്റ് ചെയ്തതുമായി പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയാതെ കളവായി ഉന്നയിച്ചിട്ടുള്ളതാണ്. അതായത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ കളവായി ഉന്നയിച്ചിട്ടുള്ളതാണ്. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ കളവായി ഉന്നയിച്ചതെന്ന് പറയുന്നത്. ഞാനും ഈ പറയുന്ന അഭിനേതാവും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ എൻ്റെ കാസറ്റ് ഹക്കീം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതായി എന്നോട് പറയുന്നത്. അന്ന് ആ സിനിമ സെറ്റിൽ എൻ്റെ കാസറ്റ് ഹക്കീം ഫോളോ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തി ഞാൻ മാത്രമായതുകൊണ്ടും ശരി അഭിനേതാവും അദ്ദേഹത്തിൻ്റെ മാനേജറും ഹക്കീമിനെ ബന്ധപ്പെടാൻ സാധിക്കാത്തതിലുമാണ് അഭിനേതാവ് എന്നെ കാര്യം അറിയിച്ചത്. അതായത് ഹനാൻ അതിൽ പെട്ടിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഒരു ഫോളോ ചെയ്യുന്നതിൻ്റെ മാത്രമായിട്ട് നിന്നു, അങ്ങനെ നിൽക്കാൻ പാടുമോ? അങ്ങനെ നിന്നൊരു കാര്യം കൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രശ്നത്തിൽ ഈ ചങ്ങാതി വന്ന് ചാടിയിട്ടുള്ളത്. ആ സമയത്ത് അഭിനേതാവും അവരുടെ മാനേജറും ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹക്കീമിനെ ബന്ധപ്പെട്ടതും ഹക്കീം ആവശ്യപ്പെട്ട പ്രകാരം 25 ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറി ഡിലീറ്റ് ചെയ്യാമെന്നും മേൽ പറഞ്ഞ സ്ത്രീ പരാതി പിൻവലിക്കുമെന്നും മേലിൽ പരാതിയുമായി മുന്നോട്ട് പോകില്ല എന്നും മേലിൽ ഇതിനെ സംബന്ധിച്ചോ സിനിമയെ സംബന്ധിച്ചോ സ്റ്റോറി അല്ലെങ്കിൽ പിന്നീട് ഒരു പോസ്റ്റ് ചെയ്യില്ല എന്നും പറഞ്ഞു. പ്രകാരം ഞാൻ ആ വിവരം അഭിനേതാവിനെ അറിയിച്ചിട്ടുള്ളതും അവർ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ നേരിട്ടും ബാക്കി 15 ലക്ഷം രൂപ നേരിട്ട് എടപ്പാൾ സ്വദേശത്ത് നൽകാൻ സാധിക്കാത്തതിൽ ഹക്കീമിൻ്റെയും അഭിനേതാവിൻ്റെയും മാനേജറുടെയും നിർദ്ദേശപ്രകാരം എൻ്റെ സുഹൃത്തായ എടപ്പാൾ സ്വദേശി സവാദിൻ്റെ അക്കൗണ്ട് വഴി നൽകേണ്ട സാഹചര്യമുണ്ടായി. ആ സാമ്പത്തിക ഇടപാടിൽ ഇതല്ലാതെ എനിക്ക് വേറെ യാതൊരു പങ്കുമില്ല. ഇത് വലിയൊരു പങ്കല്ലേ, വലിയൊരു എമൗണ്ട്. ഇങ്ങനത്തെ ഒരു കേസ് നിൽക്കുന്ന സമയം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടാക്കിയിട്ട് സംസാരിക്കില്ല. ദിസ് ഇസ് വലിയ പങ്ക്. കാരണം എന്താ അറിയോ,
ഇത് ഏതൊരു പിന്നെ മനുഷ്യനും പ്രത്യേകിച്ച് ഇത്രയും പ്രായമൊക്കെ ഉള്ള ലോകപരിചയം ഉള്ള ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാവില്ലേ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവമാണെന്നുള്ളത്. അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇയാളിത് തെറ്റ് ചെയ്തു, ഇയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഈ ഒരു ഇതിൽ പരിപാടിയിലുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതൊരു എക്സ്റ്റോർഷനാണ് എന്നുള്ള ഒരു സംഭവം വളരെ കൃത്യം. അതായത് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങാനാന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം എൻ്റെ കാസറ്റ് ഹക്കീമിൻ്റെ കാര്യം അറിയാത്ത മനുഷ്യന്മാരില്ല ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർ. എൻ്റെ കാസറ്റ് ഹക്കീം ഇതിൻ്റെ പരിപാടികളാണ്. ഇവൻ കാലാകാലങ്ങളായിട്ട് ഇതിപ്പോൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കാശ് വാങ്ങലിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരുടെ കാര്യങ്ങളും പോലീസിലൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നിയമത്തിൻ്റെ സഹായം തേടേണ്ട കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊന്നും ഒരിക്കലും ഔട്ട് ഓഫ് കോർട്ട്, ഔട്ട് ഓഫ് പോലീസ് സ്റ്റേഷൻ സെറ്റിൽമെൻറ്റ് നടത്തേണ്ട ഒരു കാര്യമല്ല. അങ്ങനത്തെ ഒരു കാര്യമല്ല, ഒരിക്കലും അങ്ങനത്തെ അല്ലാത്ത കാര്യങ്ങളാണ് ഈ എൻ്റെ കാസറ്റ് ഹക്കീം ഇത്രയും കാലം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അത് ഹനാൻ ഷാക്ക് അറിയില്ലായിരുന്നു. അവിടെ അത് പരിപൂർണ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇയാളിത് തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ചെയ്തു. പിന്നെ ഇതിനൊക്കെ പുറമെ ഇതൊരു സ്ത്രീ വിഷയമാണ്. ഈ ഹനാനെതിരെ സീക്രട്ട് ഏജന്റ് എന്നുള്ള വീഡിയോ കണ്ട സമയത്തും അതെ എനിക്കും തോന്നിയ കാര്യം, ഒരുപാട് പേർക്ക് തോന്നിയ കാര്യം ഇതാണ്. ശരിയാണ്, ചങ്ങാതി പെട്ടുപോയി, ഇയാളെ സിനിമയുടെ റിലീസിൻ്റെ പേരിൽ ആണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കിയിട്ടുണ്ടായിരിക്കാം. ഒന്നും പറയാത്ത സിറ്റുവേഷനിൽ ഹനാൻ വന്നു. വരാൻ പാടില്ല, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ഓൾ ടുഗെദർ. ഹി ഷുഡ് നോട്ട്. കാര്യങ്ങൾ വിട്ടു പറയാൻ പറ്റണ്ടേ? അത് പറ്റണം. ഇനി ഓക്കെ, അങ്ങനെ ഒരു സംഭവം പെട്ടു. പക്ഷെ എന്നാലൊരു കാര്യം ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇതിലൊരു സ്ത്രീ വിഷയമാണ്. ഒരു സ്ത്രീ അവിടെ ബാധിക്കപ്പെട്ടിട്ടുള്ളൊരു സ്ത്രീ ഉണ്ട്. ഇത് കോൺസെൻഷ്വൽ സെക്സിൽ ഏർപ്പെട്ടതിൻ്റെ പ്രശ്നമാണെന്നുള്ളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സ്ത്രീ അവിടെ പരാതിക്കാരിയായിട്ടുണ്ട്. അതിന് കൊടുക്കാൻ എന്തിനോ ആയിക്കോട്ടെ 25 ലക്ഷം ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു സംഭവമുള്ള സ്ഥിതിക്ക് ഒരു സ്ത്രീ വിഷയമുള്ളപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ ഹനാൻ ഷാ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതൊന്നൊരു വിഷയമുള്ള കേസല്ല. ഞാൻ എൻ്റെ ഒരു കേസിലും പല ആൾക്കാരും തന്നെയാവും പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതായത് ഒരുപാട് എത്തിക്സ് ഉള്ളൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ തൊപ്പിയുടെ വിഷയം ഉണ്ടായില്ലേ, ഞാൻ അങ്ങനെ പറയല്ല. വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഹനാന് വേണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞ വീഡിയോ ഒന്നും ഹനാൻ കണ്ടിട്ടുണ്ടാറില്ല. നമ്മൾ ഈ നല്ല സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസൊന്നും സാധാരണ ആരും കാണാറില്ല. കുറ്റപ്പെടുത്തുന്നത് മാത്രമേ അവർ കാണാറുള്ളൂ. എന്നിട്ട് അതിൻ്റെ പേരിൽ നമുക്കൊക്കെ പൊങ്കാല കിട്ടും. കാരണം ഞാൻ ആ കേസിൽ അത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിച്ചൊരു കേസാണ്. ഹനാൻ അതിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതും, അത് മാത്രമല്ല അത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പുറം ലോകത്തിന് അറിയിക്കണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയുന്ന ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഉണ്ടാവാൻ പാടില്ല. ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബ്രദർ എന്നുള്ള കണ്ടീഷനിൽ ഹനാൻ ഇറങ്ങി പുറപ്പെട്ടതിനൊക്കെ ബിഗ് സല്യൂട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു അവസ്ഥ കുറച്ച് ദിവസം കൊണ്ട്, അങ്ങനത്തെ ഒരു വിഷയം ഹനാനെ ചുറ്റിപ്പറ്റി കുറച്ച് ദിവസം മുന്നേ ഉണ്ടായതുകൊണ്ട് എത്തിക്സ് ഉള്ളൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഇനി എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും എനിക്കറിയില്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പലരും പല രീതിയിലും ബിഹേവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ അതിനെ നോക്കിക്കാണുന്നത്, നമ്മളൊക്കെ ഹനാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളൊരു വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ വ്ളോഗൊക്കെ കാണുമ്പോൾ സമയത്ത് പിന്നെ അവൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഉപ്പ ഉമ്മ സ്റ്റീല് മറ്റേ ഈച്ചു ഈ ടീം, പിന്നെ ഒപ്പമുള്ള ടീം വാസിൽ, ആ ഒരു ടീം മൊത്തം കാണുന്ന സമയത്ത് പൊതുവേ ഒരു നന്മയുള്ള, ഇന്നത്തെ കാലത്ത് ഈ പ്രായക്കാരുടെ അടുത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ നന്മ സംസാരിക്കുന്ന ഒരു വ്യക്തി, നല്ലൊരു പയ്യൻ, ദി ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്നത് നല്ലൊരു പയ്യൻ, അത് നല്ല മാതാപിതാക്കൾ വളർത്തിയിട്ടുള്ള നല്ലൊരു പയ്യൻ, ആ മൂന്നും അതെ നല്ലൊരു പയ്യൻ എന്നുള്ള കണ്ടീഷനിലല്ലേ നമ്മൾ ഇവനെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഇതവിടെ ഒതുക്കി തീർക്കലിൻ്റെ പരിപാടിയിൽ കൂട്ടുനിന്നു എന്ന് ഞാൻ പറയുന്നില്ല. അറിഞ്ഞ സ്ഥിതിക്ക് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ആ ഒരു ഗട്ട്സും കാര്യങ്ങളും കാണിക്കണമായിരുന്നു. കാണിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു വിഷയം വന്നിട്ടുള്ളത്. ആ സാമ്പത്തിക ഇടപാടിലെ പൈസ ഞാൻ ഹക്കീമുമായി ചേർന്ന് എക്സ്റ്റോർട്ട് ചെയ്തതായി അഭിനേതാവിന് ഇന്ന് വരെ ഒരു പരാതിയുമില്ല. അദ്ദേഹവും ഞാനും ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്. നിരപരാധിയായ എന്നെ ക്രൂശിക്കാനും കരിവാരി തേക്കാനുമാണ് കളവായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ബിക്കോസ് നിങ്ങളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടും നിങ്ങൾ ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടും അത്യാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഹേറ്റേഴ്സ്, ഈ ഹനാൻ ആവശ്യത്തിൽ കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ട്. ബിക്കോസ് ദിസ് ഗൈ ഈസ് ബീങ് കോൾഡ് ആസ് മലബാർ അരിജിത് സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ ദിസ് ഗൈ ഈസ് ഗെറ്റിംഗ് സോ മെനി ഹെയ്റ്റ്. അവനെ ഫോളോ ചെയ്യുന്ന, അവനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഹെയ്റ്റ് അവന് കിട്ടേണ്ടതില്ല. ഞാൻ പോലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കും. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതെങ്ങനെ എന്നെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എത്ര നല്ലത് ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും 10 എണ്ണം നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരെണ്ണം ഒരു മോശമായിട്ട് അല്ലെങ്കിൽ അവർക്ക് പിടിക്കാത്ത രീതിയിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്രൂശിക്കപ്പെടുന്ന സിറ്റുവേഷൻ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഹനാൻ ഷാൻ്റെ ഈ ഒരു കേസിൽ ഞാൻ ഈ ഒരു അനുഭവം വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞൊരു കാര്യം കൊണ്ട് ഇത് എങ്ങനെ എടുക്കുക എന്നുള്ള എനിക്കറിയില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നമ്മളെ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഇതൊന്നും ആരും പറയുന്നത് കാണുന്നില്ല.
ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡ്യൂസറായ നിരപരാധിയായ ഷെരീഫിക്കയെ ആവശ്യമില്ലാതെ ഇതിൽ വലിച്ചിഴച്ചിട്ടുള്ളതും അതുപോലെ എൻ്റെ നിർദ്ദേശപ്രകാരം ഇതിൽ ഇടപെട്ട എൻ്റെ സുഹൃത്തായ സവാദിനെയും ആവശ്യമില്ലാതെ ഇതിൽ വലിച്ചിഴച്ചിട്ടുള്ളതുമാണ്. എനിക്കെതിരെ കളവായും കൃത്രിമമായും കോണ്ടന്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുമെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. എനിക്കെതിരെ കളവായും കൃത്രിമമായും കളവായിട്ട് കൃത്യമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യുന്നതാണ്, വിച്ച് ഇസ് വെരി വെൽ റിക്വയർഡ് എന്ന് വിശ്വാസത്തോടെ ഹനാൻ ഷാ. യു ഷുഡ് പ്രൂവ്, ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ. നിങ്ങളെ നോക്കിക്കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. സോ ഒരു ഇൻഫ്ലുവൻസറായിട്ട് നിങ്ങളെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 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 മകനായിട്ട്, ഒരു സഹോദരനായിട്ടൊക്കെ ഹനാൻ ഷാനെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇതുകൊണ്ടൊന്നും ആൾക്കാരുടെ നിങ്ങളെ ഇമേജ് ഇടിഞ്ഞു എന്നല്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സംസാരിക്കാൻ കുറച്ചതും നല്ലൊരു എഡിറ്ററും കൂടെ കുറച്ച് BGM ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ട് ടാഗ് ചെയ്ത് ഒരാളെ ഭീഷണിപ്പെടുത്താമെന്ന് ഒരാളും വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ഒരാളും പാടില്ല. ബിക്കോസ് ഇത് നമ്മുടെ നാടല്ലേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കാൻ പാടുമോ? എന്നിട്ട് ഇത് ആരോപിക്കുന്നവൻ്റെ ഒക്കെ പേഴ്സണൽ ലൈഫൊക്കെ അത്രയും കട്ടപ്പുകയായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇവൻ ഈ കണ്ട ആൾക്കാരെ മുഴുവൻ നന്നാക്കാൻ വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ലഹരിക്കെതിരെ പോരാടിയിട്ടും ഇത്രയും പരിപാടി എടുത്തിട്ട് അവനവിടെ ദുബായിൽ ഇരുന്നിട്ട് ഈ സാധനം എടുത്ത് വലിക്കുക. എന്നിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ ഇതിൽ ഗതികേടിൽ പെട്ടുപോയിട്ടുള്ള ഇതുപോലത്തെ ഹനാൻ ഷാനെ പോലത്തെ ആൾക്കാർ ഇനി ഗതികേടിൽ പെട്ടുപോയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താ സ്ഥിതി? അവരൊക്കെ കിടന്ന് ചക്രശ്വാസം വലിക്കുകയെ. ഇതൊക്കെ എന്താ പരിപാടി? ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രേക്ക് എന്ന് പറഞ്ഞ ഇയാളുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം, അവന് ഒരു എക്സ്പ്ലനേഷൻ കേട്ടോ. സോ ഫൈനലി ഹനാൻ ഷാ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തു. അതായത് ഹനാൻ ഷാ മീഡിയേറ്റ് ചെയ്ത എക്സ്റ്റോർഷന് ഹനാൻ ഷാ ചെയ്തിട്ടുണ്ടെന്ന് ഹനാൻ ഷാ പറഞ്ഞു. ഓക്കെ, ഇതാണ് ഇതുവരെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എനിക്കും ക്ലിയർ ആണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ, ഞാനും തന്നെ പറയുന്നുള്ളൂ, ഞാൻ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ താഴെ കുറെ ആൾക്കാർ സത്യമേവ ചെയ്തത്, ഇതല്ലേ ഞാനും പറഞ്ഞു, ഞാനെന്താ കള്ളവേവ ചെയ്തതാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, പ്രൊഡ്യൂസറിനെ വെറുതെ വലിച്ചിട്ടു. ഹബീബി കമോൺ, പ്രൊഡ്യൂസറിനെ വെറുതെ വലിച്ചിട്ടതല്ല. ഈ കേസ് വന്ന സമയത്ത്, ഈ ഒരു ഫേക്ക് റേപ്പ് ആലിഗേഷൻ വന്ന സമയത്ത്, കാരണം 2 കൺസെൻഷ്യൽ ആയിട്ട് വ്യക്തികൾ ഉണ്ടായിരുന്ന ഇടയ്ക്ക് നടന്ന ഒരു പ്രശ്നമാണ്. സോ ഈ ഫേക്ക് റേപ്പ് ആലിഗേഷൻ വന്ന സമയത്ത് ദ മെയിൻ ആക്ടർ ഓഫ് ദിസ് മൂവി വാസ് റെഡി ടു ഗോ, ലൈക്ക് എന്താ പറയുക, കൗണ്ടർ കേസ് കൊടുക്കാൻ റെഡിയായിരുന്നു. പ്രൊഡ്യൂസറിനായിരുന്നു അത് പറ്റാഞ്ഞത്. പ്രൊഡ്യൂസറായിരുന്നു എക്സ്റ്റോഷൻ ഓക്കെ പറഞ്ഞത്. സോ അതെന്തുകൊണ്ടായിരുന്നു? സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ പ്രശ്നം വരുമെന്നില്ലേ? സ്നേഹം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയാം. ഹക്കീമിന്റെ ഇന്നലത്തെ വീഡിയോ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ അക്കൗണ്ടബിലിറ്റി പോലും ഉണ്ടാവത്തില്ലായിരുന്നു ആൾക്കാരുടെ അടുത്തുനിന്ന്. പിന്നെ പൈസ മാത്രമേ മേടിച്ചിട്ടുള്ളൂ, ആ പൈസ വന്ന അക്കൗണ്ടിൽ തന്നെ ഞങ്ങൾ വിഡ്രോ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞതൊന്ന് തെളിയിക്കണം കേട്ടോ. കാരണം വന്ന അക്കൗണ്ടിൽ കൊടുത്തിട്ടില്ല എന്ന് എനിക്കും അറിയാം, ഹനാൻഷയ്ക്കും അറിയാം, സവാദിനും അറിയാം, അല്ലേ? സ്നേഹം പരക്കട്ടെ, അത് ഈ ചങ്ങായി സ്ഥിരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഈ ഹക്കീമിൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ഗൈഡ് ലൈൻ കമ്മ്യൂണിറ്റി വയലേഷൻ ഇഷ്യൂസിന്. ഈ ചങ്ങായി അവിടെ ഇരുന്നിട്ട് വലിക്കുക, ദുബായിൽ ഇരുന്നിട്ട് ഇവൻ ഇരുന്ന് വലിക്കുക. എന്താ സ്ഥിതി ഇതൊക്കെ അല്ലേ? മര്യാദയ്ക്ക് നടക്കുന്ന ആൾക്കാർ ഒക്കെ നായിൻ്റെ മക്കളും ഇതുപോലെ പരിപാടി കാണിക്കുന്നവരൊക്കെ അച്ഛൻ്റെ മക്കൾ. അവർ അച്ഛൻ്റെ മക്കളും, നമ്മളൊക്കെ നായിന്, ബാക്കിയുള്ളവരൊക്കെ നായിൻ്റെ മക്കളും എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊരു കൊളോക്കിയൽ യൂസേജാണത്. ഇതൊന്നും ഒരിക്കലും നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഹനാൻ ഷാൻ്റെ ഈ ഒരു അപ്ഡേറ്റ് ആണുള്ളത്. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഉറച്ചിട്ട് നിൽക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് അത് ഇതുപോലെ പരിപാടികൾക്ക് നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഉണ്ടായിരുന്നത്? ഈ ഫസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നില്ല, ഈ ചങ്ങായിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, കാട്ടാള സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് ഇവന് ഒരുപാട് ഹെയ്റ്റല്ല, അവന് ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടാക്കി കൊടുത്തു. എന്ത് രസമാണ് ഇവരുടെയൊക്കെ വ്ളോഗ് കാണാൻ. 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായമല്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അത് എൻജോയ് ചെയ്യുന്ന കാണുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ആണെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാം കുറ്റം പറയുക, വേറെ കഥ. അത് പ്രശ്നമില്ല. ചപ്റ്റുകയും പ്രശ്നമോ കേസോ പരിപാടി എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കിയുള്ളതെന്ന് അറിയില്ല. ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്ത് തന്നെയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ കളവായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാത്തടത്തോളം കാലം ഐ ഡോണ്ട് ഹാവ് ടു വറി, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഇതിൻ്റെ ഒരു അവസാനം ആണെന്ന് വിചാരിക്കുന്നത്. ഇനി ഫേർദർ ആയിട്ടുള്ള പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വിഷയം എടുക്കാൻ ചാൻസ് ഇല്ല. കാരണം അത് വേറൊരു യൂണിവേഴ്സാണ്. ഇവിടെ വേറൊരു യൂണിവേഴ്സ്. നിങ്ങൾ ആ വീഡിയോസൊന്നും യൂട്യൂബിലുള്ളവർ കണ്ടിട്ടില്ല. പ്രത്യേക ആംഗിളിൽ ക്യാമറ ഇങ്ങനെ വയ്ക്കുക, ഒന്നിൻ്റെ ക്യാമറ ഇങ്ങനെ അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ. ഒരു മര്യാദയ്ക്ക് ക്യാമറയ്ക്ക് നോക്കിയിട്ട് നോർമൽ ഫേസ് എക്സ്പ്രഷനിലൊന്നും ഒരാൾ സംസാരിക്കില്ല. ഒരു പ്രത്യേക ഭീതിജനകമായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഇടയ്ക്ക് ഒരു സെക്കൻഡ് സംസാരിക്കുക, അതിനിടയ്ക്ക് പിന്നെ മ്യൂസിക് ഇടുക, രണ്ടാമത് വേറെ പരിപാടി ഇടുക. കഴിഞ്ഞ ദിവസം എൻ്റെ കാസറ്റ് ഹക്കീമിൻ്റെ ഒരു വീഡിയോ കണ്ടു. ദുബായിൽ വന്നൊരു ബിസിനസ് തുടങ്ങി, എൻ്റെ കാസറ്റ് മീഡിയ മാർക്കറ്റിംഗ് കമ്പനി. എന്ത് പറയാതിരിക്കുക ഭേദം.
കള്ള അലവലാദികൾ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ളവരെ ഊഞ്ഞാലാട്ടാനായിട്ട്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ബൈ.